നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ കരുണാകരൻ്റെ പാരമ്പര്യത്തെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാനത്ത് മുറുകുകയാണ്. കെ കരുണാകരൻ്റെ പാരമ്പര്യം ആർക്ക് അവകാശപ്പെടാനാകും എന്നതാണ് തർക്കം. കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം BJPയിൽ ചേരുമായിരുന്നു എന്നാണ് MT രമേശിൻ്റെ പ്രതികരണം. കെ കരുണാകരനെ BJPക്ക് എടുക്കാനാകുമോ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ കരുണാകരൻ കേരളത്തിൻ്റെ പൊതുസ്വത്താണ് എന്നാണ് കുമ്മനം രാജശേഖരൻ്റെ പ്രതികരണം. കോഴിക്കോട് നിന്ന് പ്രതികരിച്ച MT രമേശ് കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ BJPയിൽ അംഗത്വമെടുക്കും എന്ന് പ്രതികരിച്ചിരുന്നു. കരുണാകരൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് പത്മജ BJPയിലെത്തിയത് എന്നും MT രമേശ് പറയുന്നു. മുണ്ടക്കയത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ. ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു? കെ കരുണാകരൻ്റെ പാരമ്പര്യം ആർക്ക് അവകാശപ്പെട്ടതാണ്? കെ കരുണാകരന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ BJP പോയ പത്മജിക്കും ഉണ്ട്, കോൺഗ്രസ് ഇരിക്കുന്ന മുരളീധരനും ഉണ്ട്. കാരണം അവരുടെ രണ്ടുപേരുടെ അച്ഛനായിരുന്നു. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും പിതാവ് അല്ലാതെ ആകുന്നില്ല. രണ്ടുപേരും അതിൽ നിന്നും ഉടലെടുത്ത് വന്നവരുമാണ്, ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരുമാണ്. അവരുടെ അച്ഛന്റെ ആ മേൽക്കോയ്മ വെച്ച് തന്നെ ഈ പാർട്ടിയിൽ നിന്നതും വളർന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ BJPക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു BJPക്കാരനാണ്. BJPക്കാരോട് പറയാനുള്ള BJPക്ക് ഇതിന്റെ പ്രതിത്വം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. BJP ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഈ രാഷ്ട്രീയത്തിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനും കളയരുത്. ഇവർ ഓരോ കാര്യങ്ങളൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു വന്ന് ഉള്ളപ്പോൾ തോട്ട് കിട്ടുന്നത് ഇല്ലാതാക്കരുത് ഞാൻ പണ്ടുപോലെ പറയുന്നുണ്ട്. അതൊന്നും പറയേണ്ട കാര്യമില്ല. പത്മജ പാർട്ടിയിലോട്ട് വന്നാൽ പത്മജയുടെ കാര്യം മാത്രം നോക്കുക, അല്ല പോസ്റ്ററിൽ കരുണാകരന്റെ പോസ്റ്റർ അടിച്ചൊട്ടിക്കുക. അതൊന്നും ഒരുപാടുപ്പെട്ട ജനങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് ഇവിടെ കിടന്ന് BJPക്കാരും CPMകാരും കൂടി ഈ പൊതുവേദി വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുകയോ ആക്ഷേപം ഉണ്ടാക്കുന്നുണ്ട്. അവർ ഈ രാവിലെ മുതൽ ഈ യൂസ് ചാനൽ വൈകുന്നേരം വരെ കണ്ടാലറിയാം ഈ ചാനലില് പൊതുവേദി കെണിയെറുക്കുന്നതിനകത്ത് ചാടി വീഴരുത്. ഈ ചാനൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനാണെന്നുള്ള ഈ മന്ദബുദ്ധികൾ മനസ്സിലാകുന്നില്ല. അത് BJPകളും മനസ്സിലാക്കുന്നില്ല, BJPയുടെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഈ BJPയുടെ നേതാക്കന്മാർ ചാനൽ ഒരു സുരേഷ് ഗോപി നരേന്ദ്രമോദിയും കാണിക്കുന്നത് ചാനലൊന്നും ബന്ധപ്പെടരുത്, ഒരു ചാനലുമായിട്ടും ബന്ധപ്പെടണ്ട. അതാണ് ഏറ്റവും നല്ലത്. ഈ ചാനല് ഒരുക്കിക്കൊണ്ട് ഇവരെ എനിക്ക് ഒന്നും കൂടി മനസ്സിലായില്ല. ചാനല് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നോ ന്യൂസ് 18? അതാണോ നിങ്ങൾ പറഞ്ഞത്? ഈ ന്യൂസ് 18 ചാനൽ എന്ന് പറയുന്നത് പിന്നെ ഇതിനു വേണ്ടി ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നുണ്ട്. ഈ ചാനലിന്റെ പ്രവർത്തനം മുഴുവൻ കോൺഗ്രസിന് വേണ്ടിയാണ്. കോൺഗ്രസിന് വേണ്ടിയാണ്. എന്താണ് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണം പറയാ സാറേ, ഇതിനകത്ത് രാവിലെ മുതലുള്ള ചർച്ചയും കാര്യങ്ങളും ഇതിന്റെ നിങ്ങളുടെ വാർത്തയെല്ലാം ഞങ്ങൾ കണ്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ ഒരു BJPക്കാരന്റെ ഏതെങ്കിലും ഒരു 12 സീറ്റിൽ മത്സരിക്കാൻ പറ്റൂ? എവിടെയെങ്കിലും സാറ് നിങ്ങളൊന്ന് കാണിക്കുന്നത് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇന്നലെ നിങ്ങൾ എന്നാൽ TV ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അങ്ങയുടെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നം? ഈ സുരേഷ് ഗോപി വരുന്നതും ഈ വാർത്തകളെല്ലാം, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേരളത്തിലേക്ക് വരുന്നു, ഇതെല്ലാം ഈ വാർത്തയായി തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നത്. 2 ദിവസമായിട്ടും സുരേഷ് ഗോപിയുടെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പത്മജ വേണുഗോപാൽ ഇപ്പൊ BJPയിലല്ലേ വന്നത്, അവരുടെ വാർത്ത കൊടുക്കുന്നില്ലേ? അംബാനിയുടെ ചാനലാണ് എന്നുള്ളത് കൊണ്ട് അംബാനി രാവിലെ എഴുന്നേറ്റ് എന്നെ വിളിച്ച് ഇത് കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിക്കൂ എന്ന് പറയാറൊന്നുമില്ല. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഇത് നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചാനലിനെ പറ്റി ഞാൻ പറയുന്നതാണല്ലോ, എനിക്കുള്ള അനുഭവമാണല്ലോ ഞാൻ പറയുന്നത്. എന്നെ ആരും വിളിച്ച് ഈ ചാനലിന്റെ ഉടമകളൊന്നും വിളിച്ച് നിങ്ങൾ ഈ രാഷ്ട്രീയ നിലപാട് എടുക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ ചില കാര്യങ്ങൾ പറയാതിരിക്കാനാകില്ല. നിങ്ങളുടെ നേതാക്കൾ മറ്റ് പാർട്ടികളിലേക്ക് കൂട്ടത്തോടെ പോകുമ്പോൾ ആ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റും. അത് നിങ്ങളും പോകുന്നുണ്ട്, CPMകാരും പോകുന്നുണ്ട്. നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ഗുജറാത്തിലെ അംബരീഷ് ധർ BJPയിലേക്ക് പോയാൽ വാർത്ത കൊടുക്കണ്ടേ? നിങ്ങളുടെ സമുന്നതനായ നേതാക്കൾ എത്ര പേർ പാർട്ടി വിട്ടു, ഇത് വാർത്ത കൊടുക്കുന്നു. CPMന്റെയും വിട്ടു, BJPയിൽ നിന്ന് ചിലർ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഈ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നതിനെ അങ്ങ് വല്ലാതെ കണ്ട് വിഷമിച്ച് ഇത് കോൺഗ്രസ് ചാനലാണ് എന്ന് പറയുന്നതിൽ എന്ത് വിഡ്ഢിത്തമാണുള്ളത്?
സാറേ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ഈ കേരളത്തിൽ അരിയാഹാരം തന്നെയാണ് ഞാനും കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഒരു വാക്ക്, ഒരു കാര്യം കോൺഗ്രസിനോ അല്ലെങ്കിൽ അതിനെ മാത്രം പുകഴ്ത്തിക്കൊണ്ട് എന്തെങ്കിലും വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അത് പറയാൻ കഴിയാതെ ഇങ്ങനെ ഒരു കാടടച്ച് ഒരു വെടിവെക്കുന്നു. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാരുടെ ആ പ്രകടനവും കാര്യങ്ങളും എല്ലാം അതെന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് ഒരു കാര്യം മനസ്സിലാണ്. ഇന്നലെ അത് പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാണ്? ഇന്നലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നത്. അപ്പൊ ഇന്നലത്തെ പ്രധാന വാർത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ്. BJP 195 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച ദിവസം അന്ന് BJP വാർത്ത കാര്യങ്ങളാണ് വിശദീകരിച്ചത്. CPM അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ദിവസം അന്ന് CPM സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് വാർത്ത വന്നത്. അപ്പൊ അന്നത്തെ പ്രധാന വിഷയം എന്താണോ അതിനെയാണ് നമ്മൾ വാർത്ത എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആൾക്ക് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം വാർത്തയായി വന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ തന്നെ ഈ ചാനലിനെ അങ്ങ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലാവണത്തിൽ കൊണ്ട് കെട്ടിക്കളയാം എന്ന് താങ്കൾ തെറ്റിദ്ധരിക്കുന്നിടത്ത് ഒരു വലിയ അബദ്ധമുണ്ട്. നിങ്ങളുടെ ചാനൽ കണ്ടാൽ എന്റെ ശ്രീ രവീന്ദ്രൻ മുണ്ടക്കയത്തിന് ഞാൻ രവീന്ദ്രൻ മുണ്ടക്കയത്തോട് ഇത് ഞാൻ എന്നെ CPM ആണെന്ന് പറയുന്നവരോടും BJP ആണെന്ന് പറയുന്നവരോടും കോൺഗ്രസ് ആണെന്ന് പറയുന്നവരോടും ഒക്കെ പല തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം, കോൺഗ്രസ് അധികാരത്തിലേ ഇല്ലാത്തൊരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. അവിടെ ന്യൂസ് 18 ഗുജറാത്ത് ഉണ്ട്. ഇന്ത്യ മുഴുവനുള്ള ഒരു ചാനലിന് ഇന്ത്യ മുഴുവൻ ഒരു നയമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഞങ്ങൾക്കില്ല കേട്ടോ. കേരളത്തിൽ കോൺഗ്രസ് വാളയാർ വിട്ടാൽ CPM-നോട് അനുഭാവമാകാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് നിലപാടില്ല. അങ്ങ് ഇത് കുറെ കൂടി സൂക്ഷ്മമായി അല്ല, ഞാൻ അങ്ങേക്ക് ഒരു ഓപ്പൺ വെല്ലുവിളി ഞാൻ നടത്തുകയാണ്. അങ്ങ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു കാര്യം പക്ഷപാതപരമായി കോൺഗ്രസിനെ കണ്ടുപിടിച്ചാൽ അങ്ങ് ഈ നമ്പറിൽ വിളിച്ച് എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഞാനത് അപ്പം അതിന് മറുപടി തരാം. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ ഇത്തരം ആക്ഷേപങ്ങൾ കൊണ്ടുവരിക. സ്വന്തം പാർട്ടിയിൽ നിന്ന് അല്ല എന്റെ പൊന്ന് രവീന്ദ്ര, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോയി BJP-യിൽ ചേർന്നതിന് നിങ്ങൾ കുറെ പേർ ഇവിടുത്തെ ഒരു വനിതാ ജേർണലിസ്റ്റിനെ തെറി വിളിച്ച് അഭിഷേകം നടത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പാർട്ടി വിടുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ ഫേസ്ബുക്കിൽ അസഭ്യങ്ങൾ എഴുതുക, അപർണ കുറുപ്പ് ചുവന്ന തെരുവിലേക്ക് എന്നൊക്കെ എഴുതി വെക്കാൻ എന്തൊരു നാണം വേണ്ടേ ആളുകൾക്ക്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം? അപ്പൊ അങ്ങേപ്പ എന്റെ ഒപ്പം നിന്നല്ലോ. അതാണ് അങ്ങേ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് അല്ല, അങ്ങനെയല്ല. ആണത്ത ഘോഷങ്ങളൊന്നും അല്ല. ലേഡീസിനും ആണുങ്ങളും പുരുഷന്മാരും ഒക്കെ ഈ ചാനലിൽ ഒന്നാണ്. ആണുങ്ങളോട് പെണ്ണുങ്ങളോടൊന്നുമില്ല. ഇവിടെ ആണുങ്ങളെക്കാൾ മികച്ച ഒരാളാണ് അപർണ കുറുപ്പ്. അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിന് മറുപടി കിട്ടിയെന്നും വരും. അത്രയേ ഉള്ളൂ. ആണും പെണ്ണും ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ജേർണലിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ആണാകാം, പെണ്ണാകാം, ചിലപ്പോ പിന്നെ ട്രാൻസ്ജെൻഡറുകളാകാം. അവരൊക്കെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട മേഖലയാണ് ജേർണലിസം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആണത്ത ഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ല. അത്രയേ ഉള്ളൂ. നല്ല വരുന്ന പ്രവർത്തകരാണ് നിങ്ങളുടെ ചാനലിലുള്ള ചില പൊങ്കാലയുടെ സമയത്തേക്ക് ആ മിടിക്കുകളായ രണ്ട് പെണ്ണുങ്ങളിലെ ഞങ്ങൾ മനസ്സറിയാതെ കണ്ടു കാണാറ്. നല്ല മിടിക്കുകൾ. ഏതായാലും അങ്ങ് ഈ ചാനൽ വളരെ വ്യക്തമായി കാണുന്നു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങയുടെ വിമർശനം ഞാനും കൂടി ഒന്ന് പരിശോധിക്കാം. അങ്ങനെ എന്തെങ്കിലും പക്ഷപാതപരമായി പോകുന്നുണ്ടെങ്കിൽ ഈ ഫോൺ വിളിച്ചൊന്ന് എന്നെ കണക്ട് ചെയ്താൽ മതി. ഞാൻ നോക്കിക്കോളാം. നമുക്ക് നോക്കാം. നോക്കണം. ഞാൻ നോക്കുന്നില്ല, ഞാൻ എല്ലാ ദിവസവും കാണുന്നില്ലേ അവരെന്റെ സഹപ്രവർത്തകരല്ലേ. അവരെ ആത്മാഭിമാനത്തോട് ഞങ്ങൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വിളിച്ചെടുത്തേക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കൊടുക്കണ്ട ചർച്ചയ്ക്ക്. അല്ലാതെ ചർച്ച 4 പേര് ഒരുപോലെ ഒരാളെ ആക്രമിക്കുമ്പോൾ പിന്നെ അത് ഒരു അതൊക്കെ പ്രതിരോധിക്കാൻ നിങ്ങൾ ചാനലിലേക്ക് ആളെ അയക്കുമ്പോൾ പ്രതിരോധിക്കാനൊക്കെ പഠിപ്പിച്ചയക്കണം. അതെന്നറിയോ, അതെന്നാ ജോർജ് കുര്യന്റെ കുഴപ്പമാണ്. ഞാനത് നേരത്തെ സാറിനോട് വിളിച്ചു പറഞ്ഞു. ജോർജ് കുര്യന്റെ കുഴപ്പമാണ്. ഈ കഴുതകൾ, ഈ BJP-കാർ മൊണ്ണകളാ, കഴുതകളാ. അവന്മാർക്ക് അറിയത്തില്ല ഈ ചാനലിലെല്ലാം. അത് അങ്ങനെ അവരെ അങ്ങനെ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവർക്കറിയത്തില്ല. അവർ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയൊക്കെ കണ്ടുപിടിക്കട്ടെ. അവർ ചാനൽ വന്ന് ചാനലിനെ ഗമനിക്കത്തേ ഇല്ല. അതാണ് രാഷ്ട്രീയം. അങ്ങനെ വേണം പോവാൻ. ശരി, ഏതായാലും ഈ തർക്കം അധികം തുടരാനാകില്ല. കാരണം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കാൻ. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ് ആലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ക്ഷമിക്കണം, ഈ മോഹൻദാസിനെ ഈ തർക്കത്തിൽ ഒട്ടും താല്പര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചില ആളുകൾ വിളിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ മോഹൻദാസ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJP-കാരനാണ്, ഞാൻ CPM-കാരനാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ചില ഘട്ടത്തിൽ അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ട്?
ഇതിനൊക്കെ മറുപടി നമുക്ക് അതേപോലെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. കാരണം ഞാൻ 10-75 വയസ്സായ ഒരാളാണ്. ഈ ഒരു വളരെ സന്തോഷം തോന്നുന്ന ഒരു ഇതാണ് നമുക്ക് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ. പല ആൾക്കാരെയും വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും സാറ് പറയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഒരു ഇൻപുട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്, ഒരുപാട് കിട്ടാറുണ്ട്, ഈ വിളിക്കുന്നവരെ തന്നെ. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ഇതൊരു കലാപവേദിയാക്കി മാറ്റി. ആരെങ്കിലും വിളിക്കുക എന്നിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും നിങ്ങളെ കുറ്റം പറയാം. എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ കാലത്ത് എൽദോന്റെ പരിപാടി മുന്നിൽ കാണുന്നതാണ്. എത്ര നല്ലൊരു പരിപാടികളെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങളൊന്നും ആരെയും സപ്പോർട്ട് ചെയ്ത് പറയില്ല, നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. മനു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങി പിന്നെ ഓരോരുത്തര് എന്തെങ്കിലും. ഇന്നലെ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. മനു അവിടെ എത്തിയോ? മനു എത്ര സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരാളെന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, ഈ വിഷയം ഇട്ട് കഴിഞ്ഞാൽ വിഷയത്തിൽ അതിഷ്ഠമായിട്ട് സംസാരിക്കുക, അത് കഴിഞ്ഞാൽ പോവുക. ഇത് എന്തൊക്കെയാ പറയണമെന്നറിയോ? വല്ലാത്തൊരു പ്രശ്നം. നിങ്ങൾ മറ്റേ എന്താണ് സംഘികളാണെന്ന് പറഞ്ഞു, BJP-കാരെന്ന് പറഞ്ഞു, ഇന്നിപ്പോ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞു. ഇത് എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഇതൊന്നും ശരിയൊന്നുമല്ലത്. പിന്നെ ഈ വിഷയം കരുണാകരനെ സ്വന്തമാക്കാനും സാധിക്കില്ല. ഇന്നിപ്പോ തൃശ്ശൂർ നടന്ന സംഭവം കണ്ടില്ലേ? സുരേഷ് ഗോപിയെ പരസ്യമായിട്ട് ആൾക്കാരെ ചീത്ത പറയേണ്ട പോയി, അവർ പ്രവർത്തകരെ എങ്ങനെ ജയിക്കാൻ പോണേ? വലിയ ഒരു ഇതൊക്കെ ആയിട്ട് സന്നാഹമായിട്ട് വന്നതാണ്. ആൾക്കാരില്ല എന്ന്. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവിടെ ബൂത്ത് പോയി പ്രവർത്തിക്കും, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ പോകണമെന്ന്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാല് പിന്നെ ഒരു വോട്ട് കിട്ടുമോ സാറേ? കഷ്ടം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ഈ കെ കരുണാകരൻ്റെ പൈതൃകം, പാരമ്പര്യം ഒക്കെ കേരളം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒന്നാണ്. കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ട്, രാഷ്ട്രീയമായി എതിർക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തോട് വിയോജിപ്പുകൾ ഉള്ളവരുണ്ട്. പക്ഷേ കെ കരുണാകരൻ ഇപ്പോൾ BJP ഏറ്റെടുക്കുന്നു എന്ന് ശ്രീ ദാസന് തോന്നുന്നുണ്ടോ? അത് ശരിയില്ലല്ലോ. അത് BJP-യിൽ ആരായാലും തോന്നിയ അവസരം. അയാൾ ആദ്യം മുതലുള്ള പഴയകാല കോൺഗ്രസ്സുകാരല്ലേ. കോൺഗ്രസ് വിട്ടുപോയെങ്കിലും അവസാന ഘട്ടം പുള്ളി കോൺഗ്രസിൽ നിന്ന് മരിച്ചല്ലേ. അപ്പൊ അത് ഇതൊക്കെ തോന്നിയവാസങ്ങളാണ്. കാരണം എന്ന് വെച്ചാല് BJP-ക്കാർ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ അവസ്ഥയ്ക്ക് തന്നെയാണ്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരിതിലൊക്കെ ഭയങ്കരന്മാരാവും. അല്ലെ, ഇപ്പൊ കോൺഗ്രസ്സുകാരനായ ഒരു കരുണാകരനെ ഫോട്ടോ കൊണ്ട് ഇവർ നടക്കേണ്ട ആവശ്യമില്ല. പത്മന പോയിക്കോട്ടെ, പത്മനക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുമാതിരി രാഹുൽ മാങ്കൂട്ടം പോലത്തെ ആൾക്കാരും ശ്രദ്ധിക്കണം. അനാവശ്യ പ്രവർത്തനങ്ങളെ ആ പൽപ്പൻ എന്തൊക്കെയാ പറഞ്ഞ് വൃത്തിയുടെ ഭാഷയല്ലേ ഒരു കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസിന്റെ അവസ്ഥ എല്ലാം ഇപ്പൊ അണുക്കുമെന്നതിന് അടുത്ത് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും ഇനിയും കോൺഗ്രസ്സുകാർ കേരളത്തിന് BJP-ക്ക് പോകുന്ന തോന്നുന്നു. ഇവരെ കളി ഇങ്ങനത്താണ്. ഇതൊന്നും ശരിയില്ല. എന്താ അതുപോലെ ഒറ്റ വാക്കുകൾ പറയട്ടെ മനു, നമുക്ക് പ്രസക്തമല്ലാതെ ഒരു ആരോപണത്തിന് അപ്പോൾ അവഗണിച്ചാൽ മതി. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുക. എത്ര ആൾക്കാർ ഇങ്ങനെ കാത്തു വെക്കുന്നുണ്ട്. ഓക്കെ, ശരി. അല്ല, അത് ചില സമയത്ത് ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ശ്രീ ദാസൻ, അത് എന്നെ വ്യക്തിപരമായി ആരോപിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം എടുത്ത ഒരു നിലപാടിനെ ആരോപിക്കുക. ആ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്കെല്ലാം അറിയാം, നാട്ടുകാർക്ക് അറിയാം. നിങ്ങളൊക്കെ കുറെ കാലം നാട്ടുകാർ കാണുന്നില്ല, പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അപ്പൊ അത് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ചിലപ്പോൾ പുതിയ ആളുകൾ കാണുമ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ പറഞ്ഞൊരു വാക്ക് കേട്ടെ, ശബ്ദമില്ലാത്ത ഭാഷകൾ പുള്ളി ഉപയോഗിച്ചു ഈ ചാനലിൽ. അത് കേട്ടെങ്കിൽ അല്ല, സഭ്യമില്ലാത്ത ഭാഷ ഉപയോഗിച്ചാൽ ആരും ഒരു തർക്കത്തിൽ ജയിക്കില്ല ശ്രീദാസൻ. അത് കേൾക്കുന്നയാൾ പുള്ളി ഒരു ഭാഷ ഉപയോഗിച്ചു, തീർത്തും അസഭ്യമായ ഭാഷ. ആണോ? ഞാനത് കേട്ടില്ല. എന്തായാലും കേൾക്കാത്തത് നന്നായി. ഏതായാലും വളരെ നന്ദി ശ്രീദാസൻ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഏതായാലും തിരുവനന്തപുരത്തെത്തിയ പത്മജ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. കെ മുരളീധരനെതിരെ ആയിരുന്നു ഒരു വിമർശനം. പത്മജ വേണുഗോപാൽ പറഞ്ഞത് കരുണാകരൻ കോൺഗ്രസ് വിടാൻ കാരണം കെ മുരളീധരനാണ്, അച്ഛനെ ഭീഷണിപ്പെടുത്തിയിരുന്നു കെ മുരളീധരൻ എന്നും പത്മജ പറഞ്ഞു വയ്ക്കുന്നു. സുരേഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം റാന്നിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സുരേഷ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണോ? നമസ്കാരം. രാഷ്ട്രീയ അനുഭാവിയാണ്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്. കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് BJP-യിൽ ചേരുമായിരുന്നു എന്ന് MT രമേശ് പറയുന്നതിനെ ശ്രീ സുരേഷ് എങ്ങനെ? ഒരു പരിധിവരെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ശ്രദ്ധിക്കുന്ന ആർക്കും അതൊരു പരിധിവരെ സത്യമാണെന്ന് പറയാൻ പറ്റും. രണ്ടാമത്, പത്മജ വേണുഗോപാലിനും മുരളീധരനും ഒരേ അവകാശമാണ് അവരുടെ ഫാദറിന്റെ പേരുള്ളത്. അപ്പൊ പൈതൃക അവകാശപ്പെടാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റും. ഇതിനെക്കാട്ടിലും വേറൊരു കാര്യം എന്താ വെച്ചാൽ, കോൺഗ്രസ് നേതാക്കന്മാരെ അവരുടെ പൂർവികരെയും അവർ ഉയർത്തി കാണിക്കാത്ത സാഹചര്യത്തിൽ
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവാണ്. ഒരു കാലത്ത് RSSനെ നിയോഗിച്ച ഒരു നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ആളായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് ഈ 60 വർഷം ഭരിച്ച കോൺഗ്രസ് മതിയായ ഒരു സ്ഥാനം നൽകിയില്ല. ഈ നരേന്ദ്രമോദി വന്നതിന്. സുരേഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ തിരുവനന്തപുരത്ത് ഇനി കെ കരുണാകരന്റെ ഒരു വലിയ പ്രതിമ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ BJPയുടെ ആഭിമുഖ്യത്തിൽ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തനിച്ച് അധികാരത്തിൽ വന്നാൽ അതിനും സാധ്യതയുണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം, പരമായ വിശ്വാസം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധാകരൻ എന്നൊരു പ്രേക്ഷകൻ ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുധാകരൻ, ഇവിടെ പത്മജി ആരോപിക്കുന്നത് കെ കരുണാകരനെ ഭീഷണിപ്പെടുത്തി മുരളീധരൻ, അദ്ദേഹത്തിന് കോൺഗ്രസ് വിടേണ്ടി വന്നു എന്നൊക്കെയാണ്. ഈ പടലപ്പിണക്കങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിനെ എങ്ങനെയാണ് ശ്രീ സുധാകരൻ കാണുന്നത്? ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസ് ഉണ്ടാവില്ല, കോൺഗ്രസ് മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അവസാനിക്കുമെന്നാണോ സുധാകരൻ കരുതുന്നത്? നേതാക്കന്മാർ മൊത്തം BJPയിലേക്ക് പോകുന്നു, അണികൾ മൊത്തം STPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങളിൽ അന്വേഷിച്ചറിയാൻ പറ്റും. അത് ശരി. ആലുവയിലെ സാഹചര്യം എന്താണ് ശ്രീ സുധാകരൻ? രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ് അവിടുത്തെ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ആലുവയില് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ട് അണികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നേതാക്കന്മാരില്ല, പോയിട്ടില്ല. അതെ അല്ലേ, അണികളെല്ലാം സ്ഥലം വിടുകയാണോ? ആണുങ്ങളൊക്കെ STPയിലേക്കും BJPയിലും. അതെയോ? ഏതായാലും വളരെ നേതാക്കന്മാർ പോകുമ്പോ നമ്മൾ അറിയുള്ളൂ സംഭവം, അണികൾ പോകുമ്പോൾ അറിയില്ല. അത് ശരി. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വയലാറിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ശശിധരൻ. ശ്രീ ശശിധരൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ വിട്ടു? ഇപ്പോഴല്ല. കാര്യം എന്താ പറഞ്ഞാൽ ഈ രാഷ്ട്രീയം മടുത്തിട്ടാണ്. കാരണം എന്താ പറഞ്ഞാലേ, ഈ കെ കരുണാകരനെ കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആർക്കൊപ്പം നിൽക്കുമായിരുന്നു? കെ കരുണാകരൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 2 മക്കളെ മുക്കാലിക്കട്ടി അടിച്ചിരുന്നു. കാര്യം എന്താണെന്നറിയോ? കാരണം അങ്ങേര് മക്കൾക്ക് വേണ്ടിയിട്ട് പിതൃവാത്സല്യമുള്ള പുത്രവാത്സല്യം ഇത്ര ഉള്ള ഒരു ആള് ഭൂമിയിലില്ലായിരുന്നു. അത് എന്റെ പ്രായമുള്ള 72 വയസ്സുണ്ട്, എന്റെ പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാകും രാജൻ കേസും കാര്യങ്ങളും ഒക്കെ. അതെങ്ങനെ ഉണ്ടായെന്നും മക്കൾക്ക് വേണ്ടിയിട്ട് ഇതിലൊരു കക്ഷിക്ക് വേണ്ടിയിട്ടാണ് സംഭവം തന്നെ ഉണ്ടായതെന്നൊക്കെ അന്നത്തെ ചരിത്രം പരിശോധിച്ചാൽ കുറെയൊക്കെ മനസ്സിലാകും. ഇത് ഒരു ശാപമാണ്. ഈ കുടുംബത്തിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഈശ്വരവാര്യരുടെയും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ നവാബിന്റെ ഉടമയായ നവാബിന്റെ രാജ്യത്തിന്റെ അച്ഛൻ അങ്ങനെ നടത്തിയ പ്രസ്താവന ഒക്കെ നശിപ്പിച്ചതും അങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇവര് രക്ഷപ്പെടുകയല്ല, ഒരു കാലത്തും രക്ഷപ്പെടുകയല്ല. ഒരുതരം കഴിവുള്ള ആളൊക്കെയാണ്, പക്ഷെ എന്തും രക്ഷപ്പെടാത്തത് ഇങ്ങനെ ഒരു ശാപം തലയ്ക്കുമേൽ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ തീപിടിച്ചു കൊണ്ടുവരുന്ന ഓരോ വിഷയവുമല്ല, ജനത്തെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇപ്പൊ ഇച്ചിരി മുമ്പ് ഒരു വേഷം പറഞ്ഞു ഇവിടെ അങ്ങോട്ടും ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊഴിഞ്ഞു പോക്കല്ല, ജനം ഓരോന്ന് വിലയിരുത്തി മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും. കാരണം അവരിവിടെ അനുഭവിക്കുന്ന ഗുണദോഷങ്ങളൊക്കെ ആരുടെ കുഴപ്പം കൊണ്ടാണ്. ഇന്നിപ്പോ ഒരു കേസ് CBI അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചല്ലോ. അതിനൊക്കെ യഥാർത്ഥത്തിൽ ഇത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോയത് ആരെ കൊണ്ടാണ്, ആരാണ് ഇതിന് പ്രോത്സാഹനം ചെയ്തു കൊടുത്തത്? ഒരുത്തരുടെ വലവല്ലിപ്പൊളിക്കുമ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞതിന് പ്രോത്സാഹനം കൊടുത്തവരാണ്. അപ്പൊ എല്ലാം ജനം എഴുതി വെച്ചിട്ടുണ്ട്. വ്യക്തമാണ്. മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജൻ എന്ത് കരുതുന്നു? ഈ കെ കരുണാകരൻ ഇനി BJP പോസ്റ്ററുകളിൽ കൂടുതൽ ഇടം പിടിക്കുമോ? സാറേ സാറേ നമസ്കാരം. സാറ് ആള് ശരിയല്ല. കാരണം എപ്പോഴും BJPക്ക് വേണ്ടി ഇങ്ങനെ BJPയെ താഴ്ത്താത്ത പറയുന്നത് എനിക്ക് വളരെ സങ്കടം തോന്നി. എങ്ങനെയാണെന്ന് ഞങ്ങള് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ജൻ TVയോ കാണേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് BJPയെ എന്നിട്ടേ മറ്റേ നമ്മുടെ പതഞ്ജലിക്കാരനാണെങ്കിൽ ഇപ്പൊ UP-ന്ന് കൊണ്ടുവന്ന ഗോമൂത്രം വിൽക്കുന്നുണ്ട് ഇപ്പൊ 22 രൂപയ്ക്ക്. അതും വാങ്ങിച്ച് കുടിച്ച് പിന്നെ ചാണകം പൊടിച്ച് ലേഹ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുമെന്നൊക്കെയാ പറയുന്നത്. വയറിൽ വേദന ഞങ്ങളതൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കരുണാകരന്റെ ഈ പ്രതിത്വം ഏറ്റെടുക്കുന്നത് രണ്ടുപേരും കൂടെ പപ്പാതി വീതം ഏറ്റെടുക്കണം. ഞാനതാ പറയുന്നത്. ഫുൾ സൈസ് ഫോട്ടോ പിന്നെ മോൻ എടുക്കട്ടെ. കാരണം മുരളിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാ കോൺഗ്രസിന് വേണ്ടി. രാത്രി ഞാൻ കണ്ടതാ പേരൂർക്കടയൊക്കെ ഇങ്ങനെ പശയും പിന്നെ ബോർഡും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി പാവം എന്തുമാത്രം കഷ്ടപ്പെട്ട് പോലീസിന്റെ അടി കൊണ്ടു റോഡിൽ കിടന്ന് എന്തുമാത്രം കോൺഗ്രസിന് വേണ്ടി പണികളാണ്. പത്മയാണെങ്കിൽ കഷ്ടം വേർത്ത് ഒഴുകി ആ മുഖത്തിട്ട കുട്ടിയൊക്കെ ഒഴുകി
1/2 കിലോ പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, അതെല്ലാം ഒഴുകി താഴെ വീണ് എന്തുമാത്രം വെയിൽ കൊണ്ട് പാവം. അവർക്ക് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കട്ടെ സാറേ, അങ്ങനല്ലേ? അതല്ലേ നല്ലത്? എനിക്ക് താങ്കൾ ഇത് ആ പരിഹാസത്തോടെ പറഞ്ഞാണ്. ഏതായാലും ആയിക്കോട്ടെ. പക്ഷേ പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പൊതുവേദി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ഷോർട്ട് ബ്രേക്ക്. പീഡിപ്പിച്ചെന്നാണ് പരാതി. പൊതുവേദി തുടരുകയാണ്. പ്രേം നവാസ് എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രേം നവാസ്, താങ്കൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ട ചേട്ടാ, ഈ ലീഡർ കെ കരുണാകരൻ ഈ പാർട്ടിയെ എങ്ങനെയാണ് കൊണ്ടു നടന്നതെന്നും അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം എങ്ങനെയാ ചേർന്ന് നടന്നതെന്നും ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും, മലയാളം അറിയാവുന്ന അദ്ദേഹത്തിനെ വീക്ഷിച്ചവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിൽ അന്ന് എത്ര ഓഫർ വന്നിട്ടും മറ്റൊരു പാർട്ടിയിൽ പോകാതെ തന്നെ ആ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന അദ്ദേഹം തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ആൾക്ക് ഒന്നുമല്ലാതിരുന്ന ഒരു സാഹചര്യത്തില ഈ കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ ആക്കാൻ പറ്റുമോ അതെല്ലാം ആക്കിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഇലക്ഷൻ സമയത്ത് ചില സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്തപ്പോൾ അവർ പോകാൻ ഒരിക്കലും പാടില്ലായിരുന്നു. എങ്കിൽ തന്നെയും അതായത് BJPയുടെ ഒരു നയമാണിപ്പം ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത്. അവരുടെ പാർട്ടിയിലേക്ക് ആള് വരുമ്പോ വരണ്ടെന്ന് പറയോ? അല്ലല്ല, വരുമെന്നല്ലോ, തട്ടിക്കൊണ്ടുപോവല്ലേ. അല്ല, എനിക്കറിയില്ല, തട്ടിക്കൊണ്ടുപോയതാണോ? എന്തോ തട്ടിക്കൊണ്ടുപോയതാണോ? ഇപ്പൊ കർണാടകയിലെ ചേട്ടൻ ചോദിച്ചതിന് പകരമായിട്ടാണ് ഞാൻ പറയുന്നത്. കർണാടകയിൽ എന്താ സംഭവിച്ചത്? പിന്നെ ഓപ്പറേഷൻ ലോട്ടസ്. അപ്പൊ ഓരോ സ്ഥലത്തും അല്ല, അതാ ഇവിടുന്ന് അങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ. ഈ ജഗദീഷ് ഷെട്ടാറിനെ പോലുള്ളവർ ഇവിടുന്ന് നിങ്ങൾ അവിടെ എടുത്തു, സീറ്റ് കൊടുത്തു, പിന്നെ അവര് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഒരിക്കലും ജഗദീഷ് ഷെട്ടാറിനെ നമ്മൾ വിളിച്ചോണ്ട് വന്നതല്ല. അദ്ദേഹം BJPയിലുണ്ടായ ചില പ്രശ്നങ്ങളും പത്മജി അത് തന്നെയാ പറയുന്നത്. തന്നെ അവഗണിച്ചു, തോൽപ്പിക്കാൻ ശ്രമിച്ചു, നിരന്തരമായി അപമാനിച്ചു. അപ്പൊ പിന്നെ പാർട്ടി വിട്ടു. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ഈ കരുണാകരന്റെ ലീഡറുടെ തട്ടകമായ തൃശ്ശൂര് പിന്നെ പത്മജ വേണുഗോപാലിന് 900 വോട്ടിന് തോൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവരുടെ പിന്നിൽ അണികളില്ല. അത് പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വോട്ടാ. ബാക്കിയെല്ലാം ഒരു 10 പേരെ അവര് ഗ്രൂപ്പ് കൈകാര്യം ചെയ്ത അവരുടെ ഗ്രൂപ്പ് കൈകാര്യം ചെയ്ത അഡ്മിനെങ്കിലും അവരോടൊപ്പം പോയോ? ഇങ്ങനെ ഒരു അണിയും ഇല്ലാത്ത ആളെ നിങ്ങൾ പിടിച്ച് തെരഞ്ഞെടുപ്പിന് നിർത്തിയത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇല്ല, തെരഞ്ഞെടുപ്പിലെന്ന് പറയുന്നത് ലീഡറുടെ മകൾ എന്നുള്ള സ്ഥാനം അങ്ങനെയാ? നിങ്ങൾ ഒരു മകളുടെ പേര് പറഞ്ഞാണോ ഒരു സ്ഥാനാർത്ഥിയെ ആളുകൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും? മകൾക്കാണോ സീറ്റ് കൊടുക്കുന്നത്? കുടുംബത്തോടുള്ള ഒരു ബഹുമാനം ഞങ്ങൾക്ക്. ശരി. ആ കുടുംബത്തോട് കെ കരുണാകരനോടുള്ള ഒരു ആദരവ്. ബഹുമാനപ്പെട്ട അവര് പാർട്ടി മാറിയപ്പോ ആദരവ് പോയോ? ആ ആദരവ് തീർച്ചയായിട്ടും അവരില്ല. BJP പോയപ്പോ അവർ അതോടുകൂടി കഴിഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമില്ല. ഇനി ഞങ്ങൾക്കുണ്ട്, ലീഡറുടെ ഒരു മോനുണ്ട്. ലീഡറെ പോലെ ഞങ്ങൾ വളർത്തും പൊന്നുപോലെ. ശരി. ഏതായാലും വളരെ നന്ദി പ്രേം നവാസ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ അജയ് കുമാർ വിളിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ അജയ് കുമാർ, ഇത് എന്തുതരം രാഷ്ട്രീയ തർക്കമായാണ് മാറുക എന്നാണ് ശ്രീ അജയ് കുമാർ ധരിക്കുന്നത്? ഇതൊരു ആവശ്യമില്ലാത്ത രാഷ്ട്രീയ തർക്കമാണ്. ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് മഹാരാഷ്ട്രയിലും നോക്കി. മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിന് മുമ്പിരുന്ന മുഖ്യമന്ത്രിയാണ്. ഏറ്റവും വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള അദ്ദേഹം പാർട്ടി വിട്ടുപോയി. ഇതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധവറാവു സിന്ധ്യയുടെ മകൻ. അങ്ങനെ നമ്മൾ എടുത്തു കഴിയാമെങ്കിൽ ഓക്കെ. ഇനിയും വളരെ വിശാലമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 2 MP-മാരിൽ നിന്ന് 300 ചില്ലുവാനും MP-മാരിലേക്ക് BJP വളർന്നത് വിദേശത്തു നിന്ന് വോട്ടർമാരെ ഇറക്കിയിട്ടല്ലോ. ഈ രാജ്യത്തുള്ളവർ തന്നെയല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തുള്ളവർ ആരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്? ഇതര പാർട്ടിയിൽ അതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇപ്പൊ നമ്മൾക്കൊരു കരുണാകരനെ അറിയാമല്ലേ, ഒരു ചവാനെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ എവരുടെയൊക്കെ പേരെടുത്ത് സംസാരിക്കുന്നത്. റൂട്ട് ലെവലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ്സുകാര് ഇന്നലെയോ പത്മജ വേണുഗോപാൽ തോറ്റു 800 വോട്ടിന് തോറ്റു, 900 വോട്ടിന് തോറ്റു എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബ സീറ്റ് അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റില്ലേ? ഇപ്പൊ ഈ പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്നില്ലല്ലോ. ഭയന്നിട്ട് തന്നെ നമുക്ക് ഇൻവെർട്ടർ കൊമ്പായിൽ പറയാം.
അതെന്താണ്? ഇതിനൊക്കെ വലിയ കുടുംബമില്ലല്ലോ അവർക്ക്. അപ്പൊ ഇതൊക്കെ ഒരു പാർട്ടി അവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാതെ വളരെ മോശമായ രീതിയിൽ, വളരെ എന്താണ് പറയുന്നത്, ഡിസ്പിക്കബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് അവരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അത് കേരളത്തിലെ പൊതുസമൂഹം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ അജയ്കുമാർ. മറ്റ് നമ്മുടെ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് പൊതുവേദി അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തീർക്കണേ. ഈ ചുരുങ്ങിയ വാക്കുകളിലേക്ക് നിങ്ങൾ ഒതുക്കാണ് കേട്ടോ. അല്ല, അത് ഈ നമുക്കൊരു സമയക്ലിപ്തത. അല്ല, നേരത്തെ ഞാൻ വിളിച്ച് ഓൺലൈനാണ്. എനിവേ, ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കരുണാകരൻ മരിച്ച് മണ്ണോട് ചേർന്നു. ഇനി കരുണാകരനെ ആര് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അപ്പൊ കരുണാകരന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് കോലീബി സഖ്യമൊക്കെ ഉണ്ടാക്കിയപ്പോ തന്നെ കരുണാകരൻ ഏത് നിലയ്ക്കൊക്കെ എങ്ങോട്ടൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ആ രാഷ്ട്രീയത്തിന്റെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ പത്മജ വേണുഗോപാലിനെ, കോൺഗ്രസ്സുകാരിയായ പത്മജ വേണുഗോപാലിനെ, അതായത് കരുണാകരനും മുരളീധരനും മാറിപ്പോയിട്ട് പോലും കോൺഗ്രസിൽ നിന്നിരുന്ന പത്മജ വേണുഗോപാലിനെ BJPക്കാർ കൊണ്ടുപോയപ്പം ഇവര് ഈ പറയുന്ന എനിക്ക് തോന്നിയാൽ ഞാൻ BJPയോടൊപ്പം പോകുമെന്നും BJPയുടെയും RSSന്റെയും നേതാക്കളുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്താൻ ഒരു ശാഖകളിൽ വിളക്ക് കൊളുത്താൻ മടിയില്ലാതെ സതീശൻ പറഞ്ഞത് എന്താണ്? ഇത് പിന്നെ അവർക്ക് എല്ലാ സ്ഥാനവും കൊടുത്തു പോയി. പിന്നെ ഇവിടെ ഒരു IPSകാരന്റെ നേതൃത്വത്തില് പിണറായി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയാണ് ഇവര് BJPയെ കുറിച്ച് ഒരു വാക്ക് ഇവരുടെ വായിന്ന് വന്നോ? എന്നിട്ട് പോയ പത്മജയുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചാണ് കോൺഗ്രസ്സുകാർ. ഇതാണ് കോൺഗ്രസ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ഹൈപ്പ് വെച്ചുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ വെളുപ്പിച്ചെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാം, ആരോടും എന്തും പറയാം, ഇവരെ ഒന്നും പറയത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പോകുമ്പോഴും അപ്പോഴും ഇവര് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. തലയ്ക്ക് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. കരുണാകരനെ സ്വന്തമാക്കാൻ BJPക്ക് കഴിയുമോ എന്നതായിരുന്നു യൂട്യൂബിൽ ചർച്ച ചെയ്ത വിഷയം. ലീഡർ കെ കരുണാകരനെ BJPക്ക് എടുക്കാനാകുമോ എന്ന ചോദ്യത്തിന് 41% ആളുകളും അത് സാധ്യമാകും എന്ന ഒരു നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 59% ആളുകൾ അതിന് കഴിയില്ല എന്നും വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.